എന്ത് വിളിക്കണെന്ത്? അത് വെറുതെ സുഖം തന്നെ? ആ സുഖം തന്നെ. എന്നെ മനസ്സിലായ? ആ മനസ്സിലായി. കഴിഞ്ഞ ഓണത്തിന് നമ്മള് കണ്ടേ, പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചോറൊക്കെ തിന്നു. അത് തന്നെ ഈ വർഷം നമുക്ക് അതേപോലെ ചോറുന്നു. ഉറപ്പായിട്ട് ഞാൻ വരും. സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കണം. സദ്യയൊക്കെ ഉണ്ടാകും. ഒരു ദിവസം ഞാൻ വരും കേട്ടോ, ഓണ ദിവസത്തില്. പിന്നെ എങ്ങനെ പോണു താമരയുടെ പരിപാടിയൊക്കെ? താമരയുടെ പരിപാടിയോ നല്ലതുപോലെ പോണു. നിറയെ ആൾക്കാരൊക്കെ വരാറുണ്ട്. വേറെ ശരിക്കും ആൾക്കാർ വരാം. കാലിന്റെ വേദനയൊക്കെ എങ്ങനെയുണ്ട്? കാലിന്റെ വേദനയൊക്കെ ഇപ്പോഴും തൈലം ഇട്ടോണ്ടിരിക്കുന്നത്. നടുവിന്റെ പ്രശ്നമൊക്കെ മാറിയോ? അതൊക്കെ മാറി. പിന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തരായി? എല്ലാം ആയി. ഇനി ഇവിടെ അരി സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഡ്രസ്സൊക്കെ എടുത്ത് ഇത്തവണ നിങ്ങൾക്ക് പൂക്കളം ഇടാനുള്ള പൂ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകും. വീട്ടിൽ അത്തൊക്കെ ഇടൂ? അടിപൊളി. കൊച്ചുമക്കൾ ഇടൂ? കൊച്ചുമക്കൾ ഇടൂ. നിങ്ങൾ അവിടുത്തെ താമര ഇപ്പൊ എങ്ങനെ ഉണ്ട്? കൊള്ളാം. വെള്ളത്തിൽ തന്നെ അടിയുണ്ടോ? ഇല്ല. വെള്ളം അടിച്ചോണ്ടൊന്ന് വീട്ടിൽ അടിച്ചോണ്ട് ഭയങ്കര അടിയാണ്. കഞ്ഞി വെക്കാൻ പാങ്ങില്ല, കുടിക്കാൻ പാങ്ങില്ല. പഴയ പോലെ പിടിച്ച് കെട്ടിയിട്ട് പുളിയണത്തിന് നല്ല അറിഞ്ഞ് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകാനാ. പോലീസ് പിടിക്കണം. നിങ്ങളല്ലേ അടിക്കണം ആദ്യം? അപ്പൊ പറയും കള്ളാക്കി മക്കളെ അടിക്കാമെന്ന് ചോദിക്കും. അതാണ് കാര്യം. വലിയ കുഴപ്പമാണ്. വലിയ അവിടെ നിൽക്കാൻ പറ്റണില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോഴത്തേക്ക് കൂടെ നമുക്ക് പാതാളത്തിലോട്ട് പോവാം. അവിടെ ഒരു കൊച്ചു വീടും കെട്ടി നിങ്ങൾ അവിടെ ഏറ്റവും നല്ല നമ്മളെ ആൾക്കാരെല്ലാം നന്നായിട്ടിരിക്കണം. ഓണസദ്യയൊക്കെ അടിപൊളിയായിട്ട് വെക്കണം. ഞാൻ വന്ന് ഉണ്ണും. രണ്ടു കൂട്ടം കറിയും കൂട്ടി പപ്പടവും കൂട്ടി പായസം പഴവും കൂട്ടി നമുക്ക് പായസം ഇലയിലിരുന്നുണ്ട്. വിട്ട് അടിപൊളി അടിപൊളി മതി. അതാണ് സന്തോഷം. അതാണ് സന്തോഷം. ഓണം ആഘോഷിച്ച് സദ്യയുണ്ട്, എല്ലാരെയും കണ്ട് കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കണ്ട് വറ്റലൊക്കെ കൂട്ടി നമുക്ക് ഉണ്ണണം. അത് മതി. കിഴങ്ങ് വറ്റലുണ്ട്, അരി വറ്റലുണ്ട്, പുത്തരിയിട്ട് ചോറൊക്കെ വെച്ച് ഉണ്ട്. പലയാതി വറ്റലും ഒക്കെ വറുത്ത് വെച്ച് നമുക്ക് കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ ഓണം. ശിവന്റെ പൂവാണ് താമര. വെള്ളത്താമര. പിന്നെ വെള്ളത്താമര അല്ലേ? ശിവക്ഷേത്രങ്ങളിലെല്ലാം പൂജിക്കുന്നത് വെള്ളത്താമര. ചുവന്ന താമര എടുക്കൂല. സത്യം. നാട്ടുമ്പുറത്ത് വന്ന് നമ്മളെ നാട്ടുകാർ നിങ്ങൾ പാതാളത്തിൽ ഇത്ര കഷ്ടപ്പെട്ടു ഇവിടെ ഒന്ന് അയൽക്കൂട്ടം കൂടാനാണ്? അയൽക്കൂട്ടല്ല, ഞാൻ ഇവിടെ നമ്മളെ ആൾക്കാരെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഇനി എവിടെയൊക്കെ പോകണമെന്നറിയാലോ. അമ്മ ഇത് വെച്ചോ. ഹാപ്പി ഓണം. ഈ ഏരിയയിലെ സകല കൊതിയുന്നുണേ മാവേലിയുടെ പറഞ്ഞ് കേട്ടണം. കേട്ട മാവേലിയോട് എല്ലാവരും നമ്മളെ നാട് രക്ഷപ്പെടുള്ളൂ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണ 1,00,000 രൂപ പിരിങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നാ ഞാൻ കാര്യത്തിലോട്ട് കിടക്കട്ടെ. ഓണപരിപാടി നമ്മളെ കയ്യിലാണെങ്കിൽ എല്ലാത്തിനും ചെലവുണ്ട്. 50 എന്തിനു നിനക്ക്? പിന്നെ പൂവിനും പഴത്തിനും പറക്കൊന്നും പൈസ വേണ്ട, ചുമ്മാ വരുമോ അതെല്ലാം? നീ ഒരു കൊല്ലത്തേക്ക് ഒന്നിച്ച് ടെൻഡർ എടുത്ത് പൂവും പഴം കൂടെ കൊണ്ടുവയ്ക്കാൻ നടക്കൂല. കൊണ്ടുപോയി നടക്കൂല. 50 ഒക്കെ എന്ത് റേറ്റ് അത്? എനിക്ക് 30. നീ ഇത് പൊട്ടി മുളച്ചു വന്ന 30 രൂപയ്ക്ക്. എനിക്ക് ചെലവില്ലേ? നാരങ്ങ വാങ്ങിക്കണം, സ്പൂൺ വാങ്ങിക്കണം, മറ്റേ കലം വാങ്ങിക്കണം, അതിന്റെ കമ്പ് വാങ്ങിക്കണം, മാവേലിക്ക് മേക്കപ്പ് ഇടണം. ഇതൊക്കെ പൈസ ആവൂലേ? മാവേലിക്ക് മേക്കപ്പ് അടക്കം ഇത്രയും രൂപയ്ക്ക്? എന്നെ ഇതൊന്നും നടക്കൂല. ഒന്നാ നാരങ്ങയ്ക്ക് 5 രൂപ വെച്ച് വില കിട്ടാ പോലും 30,000 രൂപയ്ക്ക് തോന്നുന്നു. നടപടിയാണ് കേസല്ലേ? എങ്ങനെ പോയിരുന്നാലും 1 രൂപയിൽ 70 രൂപയെങ്കിലും എനിക്ക് ആവൂടി. സദ്യക്ക് 75,000 രൂപ. പിന്നെ ചില്ലറ ചെലവാ. എണ്ണ അടക്കം ചിപ്സ് അടക്കം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കണ ഈ ഒരു സമയത്ത് എനിക്ക് എങ്ങനെ പോയിരുന്നാലും 75 തികയൂല. എടി ഇവ നമ്മളറിയാതെ പൈസ മുക്കാനുള്ള പരിപാടിയാണ്. സമ്മതിക്കെങ്കിൽ 75,000 രൂപ സദ്യക്കാവൂല. ഓ പിന്നെ അവന്റെ ഒരു 75,000 രൂപ. എടി അവന്റെ പ്ലാനൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സത്യോടി എന്തിനാണെന്ന് കണ്ടുപിടിക്കണം നമുക്ക്. സ്വർഗപുത്രി മരമാക്കി ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അവന് സ്നേഹമുണ്ട് കേട്ടാ. ഇത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് കണ്ടറിയാം. ഓക്കെ, പരസ്പര ധാരണ. 15 നിനക്ക്, 15 വെക്ക്. 75,000 എന്റെ കണക്ക്. 70 ഞാൻ ഒപ്പിക്കും. ഇല്ലടാ, അതും കൂടെ നീ എന്നെ അങ്ങ് എടുത്തോ. കുറയ്ക്കണ എന്തിനീ? അതെല്ലാം കൂടെ ഞാൻ എടുത്ത് കഴിക്കാൻ മോശമല്ലേ? 10-60 പിള്ളേർക്ക് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി നിനക്ക് അത്രയും പൈസ വേണോ? 60 പിള്ളേർക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയിൽ നിൽക്കില്ല. ഞാൻ ഒരു കേസ് പറയാം. വില കുറച്ച് ഞാൻ ചെയ്യാം. പായസവും പപ്പടവും ഒന്നും കാണൂല. ആയിരിക്കട്ടെ, നിനക്ക് 15 തികയൂലേ? ഹലോ, ഞാൻ ചെന്ന് തമിഴിനടുത്ത് ചിരിച്ചു കാണിച്ചോടത്ത് അയാൾ എനിക്ക് എടുത്ത് തരൂല പൂവൊന്നും. പൈസ എണ്ണി കൊടുക്കണം. എനിക്ക് മാവേലിനെ കരി വരച്ചത് മാത്രം നിർത്താനൊന്നും പറ്റുന്നില്ല. പിന്നെ 15 രൂപ ഞാൻ ഉപ്പില് കളർ കളിക്ക് അങ്ങ് ഇടും. പരിപാടി കുളവാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടായി? പൂർണിമ നിനക്കെന്റെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞൂടാ. പിന്നെ ആർക്കാണ് അറിഞ്ഞോടത്തെ? 70,000 രൂപയ്ക്ക് നീ എന്തിനാ ആനയ്ക്ക് അന്നദാനം കൊടുക്കണതാ? നീ എന്നെ പാപ്പാനാക്കണ? എന്താണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം? എന്താണ്? ഓ, നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പുറത്ത് നിന്ന് ആളെ ഇറക്കിയല്ലേ? മാവേലി മാമ പരിപാടി ദിവസം ആയില്ല. ദിവസം ആവുമ്പോ ഞാൻ പറയാം. ഇവിടെ പരിപാടി നടക്കുമെന്ന് പോലും അറിഞ്ഞൂടെ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
ശരിക്കും ഞാൻ ഒറിജിനൽ മാവേലിയാണ്. ഓ ചിരിപ്പിക്കാതെ. എടാ സീരിയസ് ആയിട്ട് കണ്ട അതുപോലെ കൂടെ ഓർണമെന്റ്സ് എല്ലാം ഉണ്ട് ഒറിജിനൽ. ഇതൊക്കെ റെന്റിന് എടുത്തില്ലേ? വേണ്ട, ഞാൻ കണ്ണ് ഞാൻ കുത്തി തരും. ഞാൻ ഒറിജിനൽ മാവേലി, വർഷം ഓണം കൂടാനായിട്ട് ഇവിടെ വരുന്നത്. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെ ചാനലൊക്കെ ഞാൻ കാണാറുണ്ട്, ഞാൻ അവിടെ ഇഷ്ടമാണ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന ചാനലാണ് നിങ്ങൾ. നല്ല കണ്ടന്റാണ്, നല്ല ചിരിക്കാനുള്ള എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. താങ്ക് യു. പിന്നെ നിങ്ങൾ ഇങ്ങനെ റോഡിൽ കിടന്ന് ഇങ്ങനെ വഴക്കൊന്നും കൂടരുത്. തമ്മി തർക്കിക്കുമ്പോഴത്തേക്കും നാട്ടുകാർ തെറ്റിദ്ധരിക്കും. ബാഹുബലി മാമ അല്ല മാവേലി മാമ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഓണത്തിന് കോളേജിൽ ഇത്തവണ സദ്യയും ബാക്കി പരിപാടികളെല്ലാം നമ്മളെ ഏൽപ്പിച്ചു. 1 ലക്ഷം രൂപ ബഡ്ജറ്റില്, നല്ല ബഡ്ജറ്റ് ഇവർക്ക് 15 വെച്ച് ഞാൻ കൊടുക്കാന്ന് പറയും. 15,000 രൂപ വെച്ച് കൊടുക്കാന്ന് പറയും. ഇവൻ എത്രയെന്നറിയാമോ? 75,000 രൂപ. അതിന് വേണ്ടി 70,000 രൂപ. കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു. 1 ലക്ഷം രൂപയുണ്ട്. ഈ 1 ലക്ഷം രൂപയില് ഇവക്ക് നാരങ്ങ സ്പൂണ് മറ്റേ ഉറിയടി എല്ലാം കൂടെ ചേർത്ത് 15,000 രൂപ ഞാൻ കൊടുത്തു. ഇത്രയും കിട്ടിയില്ലേ? ഇവക്ക് അത്തപ്പൂ ഇടാനും ബാക്കിയുള്ള പരിപാടിക്കും വേണ്ടിയിട്ട് 15,000 രൂപ ഞാൻ കൊടുത്തു. ഗംഭീര അത്തം വലുത്. നിനക്ക് 70,000 രൂപയായിരിക്കും അല്ലേ? നമുക്കുള്ളതെല്ലാം 15,000 രൂപ. അല്ല, ഈ 70,000 രൂപ പരിപാടി നീ എന്താണ് ചെയ്യണത്? പണ്ട് കാലമല്ലേ ശരിക്കും പറഞ്ഞാൽ സദ്യക്ക് അടക്കം പച്ചക്കറിക്ക് അടക്കം എല്ലാം വില കൂടുതൽ, ഭയങ്കര വില കയറ്റം. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയില്ലേ? വെളിച്ചെണ്ണയ്ക്ക് ഒപ്പോ 450-500 രൂപ. അതുകൊണ്ട് എന്റെ കയ്യിൽ നിൽക്കൂല. അപ്പൊ പിന്നെ സദ്യക്ക് 70,000 രൂപ ആവും കേട്ടോ. ഇന്നലകത്ത് കൂടുതലാണ്. എത്ര പേരെ സദ്യ ഇടാ? 30 പേർക്കുള്ള സദ്യയാണ്. 30 പേരെ സദ്യ എത്രടാ? 30 പേർക്കുള്ള സദ്യ. കണക്ക് ശരിയാവും. ചിക്കൻ ബിരിയാണി വെച്ച് കൊടുത്താലും ഇതിനേക്കാളും പൈസ കുറഞ്ഞിരിക്കുമല്ലോ. നിനക്ക് ഇതിനകത്ത് അടിപ്പണി വല്ലതും ഉണ്ടാ? അങ്ങനെയൊന്നും പറയല്ലേ. 70,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു വിലയാണ്. 11 കൂട്ടം കറി, ചോറ്, പപ്പടം, പരിപ്പ്, പായസം, 3 തരം പായസം ഇത്തവണ ഞാൻ ഏർപ്പാടായി ചെയ്യണം. അത് എങ്ങനെ കളിച്ചാലും 30 പേർക്ക് അത്ര ആവൂലല്ലേ? കണക്കാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, നിനക്ക് 15,000 രൂപ കിട്ടുന്നില്ലേ? അതിനകത്ത് ഈ 2 സ്പൂണും 3 നാരങ്ങയും ഒരു ടൈഗറിന്റെ ബിസ്ക്കറ്റും വാങ്ങിക്കാനാണ് 15,000 രൂപ. നാരങ്ങക്ക് തീ പിടിച്ച വിലയാണ് മാമ. ഇതൊന്ന് തീ അല്ല, ഞാൻ ചോദിച്ചു, നിനക്ക് നീ ലണ്ടനിൽ നിന്ന് പൂ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ അത്തപ്പൂക്കൾ ഇടുന്നത്. പൂവിനൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല പൈസയുണ്ട്. 15,000 രൂപ അത്തം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അറിയില്ല അതിന്. അങ്ങോട്ട് അല്ല, നിന്റെ അടുത്ത് കൂടെ ചോദിക്കട്ടെ. ഇവിടെ നീ അത് എന്തൊരു തേപ്പടാ നീ തേക്കണം നിന്റെ കൂട്ടുകാരെ. പിള്ളേരെ പൈസ പിരിച്ചെടുത്തിട്ട് 70,000 രൂപയ്ക്കാടാ സദ്യ കൊടുക്കണം. അത് പിന്നെ എണ്ണയ്ക്കൊക്കെ ഇത്രയും വില കൂടി, എണ്ണയ്ക്ക് വില കൂടിയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയാണോ സദ്യ കൊടുക്കണത്? മോശമാണ്. അല്ല, ഈ പറഞ്ഞ മാവേലിക്ക് തിന്നാനുള്ള എല്ലാം അടിയിലുണ്ട്. ഇവിടെ നടന്നതെല്ലാം കിഴങ്ങൊക്കെ എല്ലാം അടിയിലോട്ടല്ലേ പോണത്. ഇത് ഞങ്ങൾക്കറിയാം. നമ്മളെ തമ്മിൽ അടിപ്പിക്കാനും വേണ്ടി. ഞാൻ ആരെ സ്കീമെന്ന് വന്നതല്ല, ഞാൻ ആരെയൊന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല. ഞാൻ ഒറിജിനൽ മാവേലിയാണ്. എന്റെ പ്രേക്ഷകരുടെ എന്റെ പ്രജകളുടെ അമ്മക്കറിയാം. പിന്നെ നിങ്ങൾ കൂടെ കണ്ടറൊക്കെ ഒന്നും വേണ്ട. നമ്മൾ നല്ല കിഴങ്ങും അതും ഇതെല്ലാം താഴോട്ടല്ലേ പറഞ്ഞു. അവിടെ ഇരുന്ന് പറിച്ച് തിന്നാ അറിയില്ല. ഇത്ര തണ്ണമാണെങ്കിൽ ഇതിൽ നമ്മള് പരിപാടി നടത്തി. തിരുമേനി, നിങ്ങൾക്ക് ഞാൻ അവിടെ ചായ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവിടെ കിടന്ന് നോക്കും. നോക്കിയപ്പോൾ കൊച്ചു പിള്ളേരല്ലേ, 2K പിള്ളേരല്ലേ, അവരുമായിട്ട് സൗഹൃദം പങ്കിടാൻ എനിക്ക് അറിയുന്ന പിള്ളേരാണ്. ഞാൻ അവരെ വീഡിയോ കാണും. ഇവര് ഭയങ്കര സ്നേഹത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോ പൈസക്ക് കിടന്ന് അടി കൂടുന്നു. നമ്മൾ നല്ല സ്നേഹത്തിരുന്നേ. ഞാൻ അടി നിങ്ങൾ എല്ലാത്തിനും പ്രശ്നം പറയാൻ വേണ്ടി പാടി ഇറങ്ങി വന്നേ. പുള്ളിയോ പിന്നെ വർഷത്തിലൊരിക്കലല്ലേ വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ക്ഷമിക്കും മക്കളെ, കേട്ടാ. നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ. ഇതൊക്കെ പാതാളത്തിൽ നിന്നുകൊണ്ടുവന്ന സാധനങ്ങളാ. ഇതൊക്കെ അതുപോലെ തിരിച്ചങ്ങ് കൊണ്ടുപോകണം. മുത്തൂറ്റില് എന്റെ ഭാര്യ മക്കളെ ഹാപ്പി ഓണം. സംസാരിച്ചു. ഒരു നുണയും കൊണ്ടാണ് പിടിച്ച മാവേലി തമ്മിലെടുപ്പിക്കാൻ നോക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് മറ്റവന്റെ ബെൽറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടേണി മാവേലി നമ്മളുടെ അടി ഉണ്ടാക്കാൻ. ഒരു മണഞ്ഞാൻ കൊണ്ട് ഞാൻ മാവേലില്ലേ മീശ മേടിച്ചാണ് ഒരു ലോക്കൽ ലുക്ക്. അതോട് നമ്മളെ കാര്യത്തിലോട്ട് കിടക്കാം. ശരി, എല്ലാം ഇത്ര ആയ സ്ഥിതിക്ക് ഒറ്റ മൈൻഡ് 1000 രൂപ കൂടെ 2 പേർക്കും കൂടുതൽ വെച്ചരാം. ബാക്കി സത്യം. എനിക്ക് 30,000 രൂപ വേണം. എനിക്ക് 1,000 രൂപ വേണം. പറ്റൂല. പരിപാടി നടത്താറിയ പൈസ എന്നിട്ട് പോടേ. നമ്മൾ ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് നീ ഇരുന്ന് ആഘോഷിക്കും ഒറ്റയ്ക്ക്. പൈസന്റെ പട്ടി തരും. ബാക്കി പൈസ എന്ത് തിരുമേനി എന്താ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി കയറുന്നു? കൊച്ചു പിള്ളേരല്ലേ, അടികൂടി ചാവണ്ട. ഞാൻ പോയി പിടിച്ചു മാറ്റാന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ പിള്ളേരാണ്, 2K പിള്ളേരാണ്. ഞവന്ത് പെണ്ണുണ്ടോ ഇതൊക്കെ ഊരി കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് ചുമ്മാ മാവേലിയെ കോന അടിച്ചതാണ്. തന്നല്ലേ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. നല്ല പിള്ളേരാണ്. അവരെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ കാണും. വീഡിയോ ഒക്കെ നല്ലതാണ്. നമ്മൾ ചെന്ന് കയറുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം 10 ദിവസം നമുക്കിവിടെ നിൽക്കാനുള്ളതാണ്. അയ്യോ, എന്റെ ജീവിതത്തിലെ നിർണായക ദിവസങ്ങളാണ് ഈ 10 ദിവസം. ഞാൻ ബാക്കിയുള്ള കാലം അവിടെ കഴിഞ്ഞു കൂടുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെയാണ് ഓർമ്മിക്കുന്നത്. എനിക്കാണെങ്കിൽ വീട്ടിൽ 2 പിള്ളേരുള്ളതാണ്. അതുകൂടെ ചിന്തിക്കണം. ഞാൻ ഒരു ധൈര്യത്തിനാണ് മഹാബലിയോടെ ഇറങ്ങി വന്നത്. വേണം, കൂടെ വേണം. ഇല്ലാതെ എനിക്ക് പറ്റൂല. നമ്മൾ ഇനി ഓരോ ചുവട് വയ്ക്കുമ്പോഴും ശ്രദ്ധയോടെ വേണം നമ്മൾ. എവിടെയൊക്കെയാണ് ഇതുപോലുള്ള അപകടം നിൽക്കണേന്ന് അറിഞ്ഞൂടാ. നീ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ പിള്ളേരെന്നെ കടിച്ച് കീറിയനെ. എങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ പിള്ളേരല്ലേ. ഒരു നിമിഷം കൊണ്ട് പേടിച്ചെങ്കിലും കുഴപ്പമില്ല. നല്ല പിള്ളേരാണ്. നല്ല പിള്ളേർ. അതൊക്കെ നല്ല. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. വേറെ കാഴ്ചകൾ കാണാം, പുതിയ ആൾക്കാരെ കാണാം. ഓക്കെ.
എല്ലാ കൗമുദി പ്രേക്ഷകർക്കും ഹൃദയം നിറയെ ഓണാശംസകൾ.